നമസ്കാരം. ഭജഗോവിന്ദം എന്ന് തുടങ്ങുന്ന ശ്രീമദ് ശങ്കരാചാര്യരുടെ മോഹമുദ്ഗ്രഹ എന്ന സംസ്കൃത കൃതിയുടെ 6ാം ഭാഗം ഇപ്പോൾ കേൾക്കാം. ഇതിൻ്റെ മലയാള പരിഭാഷ രചിച്ചിരിക്കുന്നത് പ്രൊഫസർ എം ഗീതാദേവി, ആലാപനം MP രാമദാസ്. ഇപ്പോൾ കേൾക്കാം ഭജഗോവിന്ദം. ശ്ലോകം 21. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. പരിഭാഷ: വീണ്ടും ജനിക്കും, മരണം തുടർന്നും വീണ്ടും പിറക്കും ജനിഗർഭപാത്രേ. സംസാര ദുഃഖം കഠിനം മുരാരേ, രക്ഷിക്ക വേണം കൃപ തോന്നിടേണേ. സാരം: വീണ്ടും വീണ്ടും ജനിക്കുക, വീണ്ടും വീണ്ടും മരിക്കുക, വീണ്ടും വീണ്ടുമുള്ള മാതൃഗർഭത്തിലെ കിടപ്പ്. സംസാര ദുഃഖത്തിൻ്റെ ഈ വ്യാകുലതകൾ മറികടക്കുന്നത് വളരെ കഠിനമായിരിക്കുന്നു. ഇതിൽ നിന്ന് രക്ഷിച്ച് നീ എനിക്ക് മോക്ഷം നൽകണം. ശ്ലോകം 22. രഥ്യാചർപ്പടവിരജിതകന്ധ പുണ്യവിവർജിത പന്ഥ യോഗി യോഗമിയോജിത ചിത്തോ രമതേ ബാലോന്മത്തവദേവ. പരിഭാഷ: കീറിപ്പറിഞ്ഞുള്ളുവസ്ത്രധാരി പുണ്യാതിപാപങ്ങളുപേക്ഷ ചെയ്തോൻ യോഗത്തിലാമോദിതനായി രമിക്കുന്നു ഉന്മാദിയും ബാലകനും സമാനം. സാരം: കീറിപ്പഴകിയ വസ്ത്രങ്ങൾ ധരിച്ചും പുണ്യപാപങ്ങളെ ഉപേക്ഷിച്ചും സർവസംഗ പരിത്യാഗിയായി ധ്യാനനിരതനായി വർത്തിക്കുന്ന യോഗിയെ ബാഹ്യമായ എല്ലാ സൗഖ്യങ്ങൾക്കും അപ്പുറത്തുള്ള ശാശ്വതമായ ആ സത്യത്തിൽ രമിക്കുന്നതിനാൽ ചിലപ്പോൾ ഒരു ബാലകന്റെ ചാബല്യത്തോടെയോ ഒരു ഭ്രാന്തനെ പോലെയോ കാണാൻ കഴിഞ്ഞേക്കാം. ശ്ലോകം 23. കസ്ത്വം കോഹം കുത ആയാതഃ കാമേ ജനനീ കോ മേ താതഃ ഇതി പരിഭാവയ സർവമസാരം വിശ്വം ത്യക്ത്വാ സ്വപ്നവിചാരം. പരിഭാഷ: ആരാണു നീ, ഞാൻ ജനയിത്രരാരേ, എങ്ങുന്നു വന്നു ഇവയർത്ഥഹീനം. മായാമയം സ്വപ്ന സമാന വിശ്വം ഗ്രഹിക്ക സത്യം പരിചിന്തനത്താൽ. സാരം: നീ ആരാണ്? ഞാൻ ആരാണ്? ഞാൻ എവിടെ നിന്ന് വന്നു? അമ്മ ആരാണ്? അച്ഛൻ ആരാണ്? ജ്ഞാനബുദ്ധിയിലൂടെ തിരിച്ചറിവ് നേടിയാൽ ഇതെല്ലാം ഒരു സ്വപ്ന വിചാരമാണെന്ന് മനസ്സിലാകും. മായയിലൂടെ സൃഷ്ടിക്കപ്പെട്ട സംസാര ദുഃഖത്തിൻ്റെ ഹേതുവാണ് ഇത്തരം ബന്ധനങ്ങൾ. ഈ ജ്ഞാനം ചിന്തിച്ചു മനസ്സിലാക്കണം. ശ്ലോകം 24. ത്വയി മയി ചാന്യത്രൈകോ വിഷ്ണുഃ
വ്യർത്ഥം കുപ്യസി മയ്യ സഹിഷ്ണു ഭവസമചിത്തഃ സർവത്ര ത്വം വാഞ്ചസ്യ ചിരാദ്യതി വിഷ്ണുത്വം. പരിഭാഷ. എന്നുള്ളിലും നിന്നിലും അന്യചിത്തേ കാണുന്ന വിഷ്ണുത്വം അതൊന്നു തന്നെ. വൈരം വെടിഞ്ഞും സമചിത്തമോടെ സർവത്തിലും കാണുക ഏകദൈവം. സാരം. എന്നിലും നിന്നിലും എല്ലായിടവും ഒരേ ഒരാളായ വിഷ്ണു, അതായത് ഈശ്വരൻ മാത്രമേ ഉള്ളൂ. നിന്നിലുള്ള അതേ ദൈവാംശമാണ് മറ്റുള്ളവരിലും ഉള്ളത് എന്ന് നീ അറിയണം. വൈരവും അസഹിഷ്ണുതയും വെടിഞ്ഞ് ഒരേ ദൈവത്തിൻ്റെ അംശമെന്ന രീതിയിൽ സമസ്ത ലോകത്തെയും അറിഞ്ഞു ജീവിക്കുക.